ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 10th മെയിൻ സ്ട്രാറ്റജി. അതായത് ഇനി പ്രിലിംസിന് ഒരു സ്റ്റേജ് കൂടി ബാക്കിയുണ്ട്. എന്നാലും നമുക്ക് 10th മെയിൻസിന്റെ സ്ട്രാറ്റജി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 സ്റ്റേജ് എഴുതിയവരുണ്ടാവും, ഈ 4ാമത്തെ സ്റ്റേജ് എഴുതാൻ പോകുന്നവരുണ്ടാവും. ഫൈൻ. അപ്പൊ എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളതിൽ പ്രധാനം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടൈം ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പ്രിലിംസിന്റെ സമയത്ത് തന്നെ പ്രിലിംസ് മെയിൻസ് പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്ന് പറഞ്ഞ് ടോപ്പിക്സിനെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റിനല്ല, ടോപ്പിക്കിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ചില പ്രത്യേക ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, നമ്മൾ കാണുന്നുമുണ്ട്. കറക്റ്റ്. അപ്പൊ നമ്മൾ മെയിൻസിന് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നോക്കാൻ പോവാണ്. അതിനൊരു ടൈം ടേബിൾ പ്രിപ്പറേഷൻ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ പേര് കിരൺ. നമുക്ക് ആ ടൈം ടേബിളിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ ടൈം ടേബിൾ വളരെ സിമ്പിൾ ആണ്. 1ാമത്തെ ദിവസം ഡേ 1 കോർ സിലബസ്. അതായത് ഒരു PSC പഠിക്കാൻ പോകുന്ന ആള് പ്രധാനമായിട്ട് പഠിക്കുന്ന 3 സബ്ജക്റ്റ് ആയിരിക്കും: ഹിസ്റ്ററി, ജോഗ്രഫി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഭാഗങ്ങളാണ് നമ്മൾ 1ാമത്തെ ദിവസം പഠിക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് പഠിക്കുക എന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഹിസ്റ്ററി എടുത്തു. ഹിസ്റ്ററിയുടെ ആദ്യം തൊട്ട് അവസാനം വരെ പഠിച്ചു. ഹിസ്റ്ററിയിൽ 3 ഹിസ്റ്ററി ഉണ്ട്: കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി. അത് മുഴുവൻ ആദ്യം തൊട്ട് അവസാനം വരെ പഠിച്ചു. SCERT ബുക്ക് എടുത്തു, ആദ്യം തൊട്ട് അവസാനം വരെ പഠിച്ചു. അങ്ങനെയല്ല നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത് നമ്മൾ ചില പ്രത്യേക ടോപ്പിക്കുകൾ പറയും, അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പഠിക്കുള്ളൂ. ഓക്കെ. എന്ന് വെച്ചാൽ ഒരുപാട് സിലബസ് ഉള്ളതും എന്നാൽ കോസ്റ്റ് ബെനിഫിറ്റ് കുറവുള്ളതും ഏതിന്, മെയിൻസിന് ആയിട്ടുള്ള 3 ഭാഗങ്ങളാണ് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരുപാട് സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് PSC പഠിക്കുന്നുണ്ടെങ്കിൽ മുഴുവൻ പഠിക്കാനുള്ള അത്രയും എന്തുണ്ട്, ഹിസ്റ്ററിയും ജോഗ്രഫിയും കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. അത് മുഴുവൻ പഠിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ എന്തൊക്കെ വിടണം, എന്തൊക്കെ പഠിക്കണം, ആ പഠിക്കുന്ന ഭാഗത്തുനിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നമുക്ക് അറിയണം. കറക്റ്റ്. ഒരു ടോപ്പിക് നമ്മൾ എടുത്തു, ആ ടോപ്പിക്കിന്റെ പേരാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കേരള ഹിസ്റ്ററി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പ്രിലിംസിലാണ് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഫാക്ട് ആയിരിക്കും വരിക എന്നാണ്. ഇതുവരെ 3ലും ഫാക്ട് അല്ലെങ്കിൽ ഫാക്ട് ബേസ്ഡ് അല്ല വന്നിരിക്കുന്നത്. ഇനി നമ്മൾ മെയിൻസിന് പോകുമ്പോൾ നമുക്കതൊന്ന് എന്ത് വരും, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് വരും. നമ്മളൊരു ടോപ്പിക് എടുത്തു, മോഡേൺ ഹിസ്റ്ററി, ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ സമരങ്ങളും. അത് നമുക്ക് ഇതുവരെയ്ക്കും പ്രിലിംസിന് ഒരു ഫാക്ട് ബേസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അതൊന്ന് അസേർഷൻ റീസൺ വരെ വരാനുള്ള ചാൻസ് എവിടെയുണ്ട്, മെയിൻസിലുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ഭാഗമുണ്ട്. ഭാഗങ്ങൾ മാത്രം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പഠിക്കുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ വിടും. വിടുന്ന വെച്ചാൽ വിടും. എന്തുകൊണ്ടാ വിടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഡേ 2 നമുക്ക് റിമൈനിങ് സബ്ജക്ട്സ് ഉണ്ട്. ഈ റിമൈനിങ് സബ്ജക്ട്സിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളിൽ വളരെ ലെങ്തി ആയിട്ടുള്ള സബ്ജക്ട് നമ്മുടെ കയ്യിലുണ്ട്. 3ാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. എല്ലാ സൺഡേസിലും സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. കാരണം എല്ലാ ദിവസവും എടുത്ത് കറണ്ട് അഫയർ വായിക്കാനും എഴുതി വെക്കാനും അതെല്ലാം പഠിക്കാനും വീണ്ടും റിവൈസ് ചെയ്യാനും ഒക്കെ എന്തുണ്ടാവില്ല, നമ്മുടെ സമയം ഉണ്ടാവില്ല. നമ്മുടെ അടുത്ത് ആകെ ഉള്ളത് 2-2.5 മാസമാണ്. ഇതിനുള്ളിൽ നമുക്കൊരു 90 മാർക്സ് വാങ്ങുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ഡെവലപ്പ് ആയിരിക്കണം. എന്താണ് ഈ റിമൈനിങ് സബ്ജക്റ്റിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നിങ്ങളുടെ അടുത്ത് 40 മാർക്ക് കയ്യിലുണ്ട്. നമ്മുടെ ടൈം ടേബിൾ എങ്ങനെയായിരുന്നു, പ്രിലിംസ് ഉണ്ടായിരുന്നു, പ്രിലിം പ്ലസ് മെയിൻസ് ഉണ്ടായിരുന്നു, മെയിൻസ് ഉണ്ടായിരുന്നു. അതിൽ ഓൾറെഡി 40 മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ 50 മാർക്കിന് എന്ത് ചെയ്യാൻ പോകുന്നത്, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കാര്യം ഓക്കെ ആണോ? ഈ കാര്യം ഓക്കെ ആണെങ്കിൽ നമ്മൾ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വീക്ക് 1 തൊട്ടാണ്. 1ാമത്തെ ആഴ്ച തൊട്ടാണ് ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു വീക്ക് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു വീക്കിൽ എത്ര ദിവസമുണ്ട്, 7. അതിൽ 1ാമത്തെ ദിവസം നിങ്ങൾ എന്ത് പഠിക്കുന്നു, കോർ സബ്ജക്ട്. 2ാമത്തെ ദിവസം എന്ത് പഠിക്കുന്നു, റിമൈനിങ് സബ്ജക്ട്. 3ാമത്തെ ദിവസം എന്ത് പഠിക്കുന്നു, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. 4ാമത്തെ ദിവസം വീണ്ടും കോർ സബ്ജക്ട്. 5ാമത്തെ ദിവസം റിമൈനിങ് സബ്ജക്ട്സ്. 6ാമത്തെ ദിവസം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അപ്പൊ 6 ദിവസം കഴിഞ്ഞേ ഇനി എല്ലാ സൺഡേസും ഉണ്ട്. സൺഡേസ് നമ്മൾ എന്ത് പറയും, കറണ്ട് അഫയർ പഠിക്കും. അപ്പൊ അടുത്ത ഡൗട്ട്, സാർ ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കണമെന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനലിൽ, അതായത് ടെലഗ്രാം ഗ്രൂപ്പിൽ @കിരൺ സ്റ്റഡി സർക്കിൾ, ആ ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോ ആഴ്ചയും പഠിക്കേണ്ട ടോപ്പിക്സിനെ കുറിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ടോപ്പിക്സിൽ എന്തൊക്കെ ഉണ്ടാവും, കോർ സബ്ജക്ട് എന്നുള്ളത് ഉണ്ടാവും. 2ാമത്തത് റിമൈനിങ് സബ്ജക്ട് എന്നുള്ളത് ഉണ്ടാവും. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുക. ഓക്കെ. ഒരു ടോപ്പിക് വലുതായിരിക്കും, ഒരു ടോപ്പിക് ചെറുതായിരിക്കും. മാത്സ് ചെറുതായിരിക്കും, ചിലപ്പോൾ മലയാളം വലുതായിരിക്കും. ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് പഠിക്കുക. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ടെലിഗ്രാമിലൂടെ എന്ത് ചെയ്യാവുന്നതാണ്, മെസ്സേജ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്ത് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഫൈൻ.
അപ്പൊ നമ്മൾ ടോപ്പിക്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മുടെ കയ്യിൽ 40 മാർക്കില്ലേ, അതിന് നമ്മൾ റിവൈസ് ചെയ്യും. റിവൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം വരുന്നത്? ഇരുന്ന് കുത്തി ഇരുന്നിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിക്കല അല്ല, അതിന്റെ പേരാണ് സ്റ്റഡി. ഓക്കെ. റിവിഷൻ എന്ന് വെച്ചാൽ എന്താ? ഓൾറെഡി നമ്മുടെ കയ്യിൽ കുറെയൊക്കെ അറിയാം, നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർമ്മ വീണ്ടും പുതുക്കുന്നു. അപ്പൊ റിവിഷനുള്ള എന്തുണ്ട്? ടോപ്പിക്സ് ഉണ്ടാവും. രണ്ടാമത്തെ പാർട്ട് എന്താ? സ്റ്റഡി. ഇരുന്ന് പഠിക്കാനുള്ള ടോപ്പിക്സ് ഉണ്ടാവും. നമ്മൾ പ്രധാനമായിട്ട് 3 സബ്ജക്റ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ട് 4 എണ്ണം ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയ 3 എണ്ണം. ഒന്ന് കേരള അഡ്മിനിസ്ട്രേഷൻ, രണ്ടാമത്തെ എക്കണോമിക്സ്, മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് ടാക്സ്, നാലാമത്തെ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ. ഓക്കെ. എന്തുകൊണ്ടാണ് ഈ സബ്ജക്ട് എടുക്കുന്നത് നോക്കുക. ധനതത്വശാസ്ത്രം, എക്കണോമിക്, ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓരോ ടോപ്പിക്കും നമുക്ക് വളരെ ഡീറ്റെയിലി പഠിക്കാനുള്ള ഭാഗമാണ്. അത് സാമ്പത്തിക രംഗം ആയിക്കോട്ടെ, പഞ്ചവത്സര പദ്ധതി ആയിക്കോട്ടെ, നീതി ആയോഗ് ആയിക്കോട്ടെ, നവസാമ്പത്തിക പരിഷ്കാരം നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഭാഗമാണ്. എന്റെ ഒരു ചോദ്യം, നവസാമ്പത്തിക പരിഷ്കാരം നമുക്ക് വലിയൊരു ഭാഗമാണ്. അത് പഠിച്ചിട്ട് പോയി നമുക്ക് കിട്ടാൻ പോകുന്നത് 1 മാർക്കാണ്. അപ്പൊ നിങ്ങള് സാർ 1 മാർക്ക് എനിക്ക് വേണ്ട, ശരി വേണ്ട. ഹരിത വിപ്ലവം നിങ്ങൾ പഠിക്കും. ഹരിത വിപ്ലവം ഇതേപോലെ ഡീറ്റെയിൽഡ് ആയി പഠിക്കാനുള്ള ഭാഗമാണ്. അതൊന്നും ഉറപ്പായിട്ടും സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗമോ വരും. നവസാമ്പത്തിക പരിഷ്കാരത്തിന് 6 ടൈപ്പിലുള്ള ക്വസ്റ്റ്യനും വരും. അപ്പൊ ഹരിത വിപ്ലവം സാർ 1 മാർക്കാണ്, ഞങ്ങൾ പഠിക്കില്ല, വേണ്ട, പഠിക്കണ്ട. ഓക്കെ. നീതി ആയോഗും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാംസും കാര്യങ്ങളും പഠിക്കണം. വളരെ ദീർഘമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. 1 മാർക്കേ വരുള്ളൂ. പിന്നെ ഒരു കറണ്ട് അഫയേഴ്സ്. ഓക്കെ അല്ലെ? ആ 1 മാർക്ക് ഞങ്ങൾ പഠിക്കില്ല, പഠിക്കണ്ട. പഞ്ചവത്സര പദ്ധതികളുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഇഫക്റ്റും കാര്യങ്ങളും എല്ലാം വെച്ച് അസേർഷൻ റീസൺ വരെ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ വരും, അനാലിസിസ് ക്വസ്റ്റ്യൻ വരെ വരും. പക്ഷെ 1 മാർക്കേ വരും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ 1 മാർക്ക് വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? സിവിൽ സർവീസ് പഠിക്കണം. ഇത് പഠിക്കാനുണ്ട് എത്ര? ക്ലാസ് തന്നെ എടുക്കാനുണ്ടാവും. എത്ര ഉണ്ടാവും? ആ ഒരു എന്താ പറയാ, 3 മണിക്കൂർ വെച്ച് ക്ലാസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എത്ര മണിക്കൂറുണ്ട്? 12 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. അത്രയും സാധനം എന്തുണ്ട്? നമുക്ക് പഠിക്കാനുണ്ട്. അത്രയും സാധനം ഉണ്ട്. നിങ്ങളുടെ എന്താണ് ആക്ച്വലി നിങ്ങൾക്ക് എന്തുണ്ട്? സോഴ്സ് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ. ഭരണഘടനാ സ്ഥാപനം ഒരുപാട് പഠിക്കാനല്ലേ ഉണ്ട്. ഇതില് നമുക്ക് ഉറപ്പായിട്ടും വരുന്ന ഒരു ചോദ്യം, ക്വസ്റ്റ്യൻ ആണ് എന്ത്? സാമൂഹ്യ സുരക്ഷാ പദ്ധതി. എപ്പോഴും ആശ്വാസ കിരണോ ആരോഗ്യ കിരണോ ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നാൽ മതിയാ? നിർഭയം പഠിച്ചുകൊണ്ടിരുന്നാൽ മതിയാ? പോരാ. അവരുടെ പാറ്റേൺ നോക്കുക. അവര് എല്ലാം മാറി 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 എന്ത് ചെയ്യുന്നുണ്ട്? ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. സോ അങ്ങനെ ഡീറ്റെയിൽഡ് ആയി പഠിക്കണം. പക്ഷെ എത്ര മാർക്ക് വരും? 1 മാർക്ക്. ഞങ്ങൾ അത് വിടും. ഇപ്പൊ തന്നെ നിങ്ങൾ എത്ര മാർക്ക് വിട്ടു? ഓക്കെ. ഇനി നിങ്ങൾ ആക്സ് എടുത്തു. ഓക്കെ. ആക്സിൽ ഇൻഫർമേഷൻ ആയിട്ട് ഉറപ്പായിട്ടും വരും. സോ ഇൻഫർമേഷൻ ആയിട്ട് പഠിച്ച എല്ലാവർക്കും അറിയാം, പഠിക്കാൻ പോകുന്ന എല്ലാവർക്കും അറിയാം, വളരെ ഡീറ്റെയിൽഡ് ആയി പഠിക്കേണ്ട ഒരു ഭാഗമാണ്. എല്ലാ ഭാഗത്തുനിന്നും എങ്ങനെയെങ്കിലൊക്കെ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ വരും. കിട്ടാൻ പോകുന്ന മാർക്ക് എത്രയാ? 1. ഓക്കെ. ഹ്യൂമൻ റൈറ്റ്സ് ആക്ട്സ് ഉണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അത് കിട്ടാൻ പോകുന്ന മാർക്ക് എത്രയാ? 1. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്, കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. കിട്ടാൻ പോകുന്ന മാർക്ക് എത്രയാ? 1. പോക്സോ ആക്ട് ഉണ്ട്, വളരെ വലുതാണ്. കിട്ടാൻ പോകുന്ന മാർക്ക് എത്രയാ? 1. ഈ ഓരോരോ മാർക്കായിട്ട് നിങ്ങൾ വിട്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നിങ്ങൾ എന്താ പറയുക, ലിസ്റ്റിൽ വരിക? നിങ്ങൾ എങ്ങനെ ടോപ്പ് ആവല് പോട്ടെ, എങ്ങനെ ലിസ്റ്റിൽ വരിക? ഇപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലായോ? അതായത് എന്തുകൊണ്ടാണ് ആളുകൾക്ക് കുറെ നെഗറ്റീവ്സ് വന്ന് എല്ലാം വരുമ്പോ സാർ എനിക്ക് 60 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി, പിന്നെ നെഗറ്റീവ് വന്നു, പിന്നെ വന്നപ്പോ 40 എന്നൊക്കെ പറയുന്നുണ്ടല്ലോ? അതിന്റെ റീസൺ എന്താ? ഇപ്പോൾ ഏത് സബ്ജക്റ്റിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ സബ്ജക്റ്റിലാണ്. ഈ സബ്ജക്ട്സിലാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സും വരുന്നത്. ഓക്കെ അല്ലെ? സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ. ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ 5 മാർക്ക് മാത്രമല്ല, അതും ഒരുപാട് കറണ്ട് അഫയേഴ്സും ഉണ്ട്. ഓക്കെ. മിനിമം നമുക്ക് 10 മുതൽ 12 മാർക്ക് വരെ ഏത് ഭാഗത്തുനിന്ന് ഉണ്ടാവും? കറണ്ട് അഫയറും കൂടി കൂട്ടുകയാണെങ്കിൽ ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ ഉണ്ടാവും. കല, സാഹിത്യം, സാംസ്കാരികം, എന്താണ്, കായികം എന്ന് പറയുന്ന ഭാഗത്തുനിന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊരു ഇമ്പോർട്ടന്റ് പാർട്ട് അല്ലേ? അതെ. ഇതിലോട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. സർ അപ്പൊ എങ്ങനെ നമ്മൾ എന്താ പറയാ, നമ്മുടെ കോർ സബ്ജക്ട് ആയിട്ടുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ വിടാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതൊന്നും ചില പ്രത്യേക ഭാഗം എടുക്കുക. ആ ഭാഗത്തിന് ഫാക്ട് ആണെങ്കിൽ ഫാക്ട്, അല്ല എന്താ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ. അല്ലെങ്കിൽ 6 ടൈപ്പും വരും ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക അനാലിസിസ് മോഡില്. ഫാക്ട് എന്ന് മാത്രമാണ് എഴുതിയിട്ട് നിങ്ങൾ എന്ത് പഠിക്കുക? ബേസിക് ആയ കാര്യങ്ങളും PYQസും പഠിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഭരണഘടനാ ഭേദഗതി എന്നൊരു ഭാഗമുണ്ട്.
അത് നമ്മൾ ഫാക്ട് എന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ ബേസിക് ആയ ഭരണഘടനകളും PYQ എന്ന് പറയുന്ന ഭരണഘടനകളും പഠിച്ചിട്ട് പോകാം. ഓക്കെ അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് നമുക്ക് 6 ടൈപ്പ് ക്വസ്റ്റൻ എന്ത് ചെയ്യും വരും. അപ്പൊ ഡീറ്റെയിൽ ആയി പഠിക്കേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും 1 മാർക്കേ വരുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനില്ലേ? ഉണ്ട്. അതിനാണ് ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞത്, ആദ്യം 40 മാർക്ക് കയ്യിലുണ്ടാവണം, എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രിലിംസിന് തന്നെ എഴുതുമ്പോൾ, പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തുകൂടി പ്രിപ്പയർ ചെയ്യുന്നത്, പ്രിലിംസും മെയിൻസും. പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്ന് പറഞ്ഞിട്ടാണ് പ്രിപ്പറേഷൻ ഉണ്ടാവുക. ഓക്കെ, മെയിൻസിന് മാത്രമുള്ള ടോപ്പിക്സ് കുറവായിരിക്കും. മാക്സിമം ടോപ്പിക്സും പ്രിലിംസിനും മെയിൻസിനും ഉള്ളതായിരിക്കും. നിങ്ങളിപ്പോ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ അരമണിക്കൂർ നമ്മൾ അനാലിസിസ് ചെയ്തായിരുന്നല്ലോ. ചെറിയ ചെറിയ ഭാഗങ്ങൾ അരമണിക്കൂർ, 20 മിനിറ്റ്, 10 മിനിറ്റ്, ഇതെല്ലാം പഠിക്കാവുന്ന ഭാഗങ്ങളും മാർക്ക് വരാവുന്ന ഭാഗങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലേ? അതെ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഓക്കെ, ഈ ചാനലിൽ, അതായത് ഈ വീഡിയോയുടെ താഴെ നമ്മളിപ്പോ ചാനലിൽ വീഡിയോ ലിങ്ക് പോസ്റ്റ് ചെയ്യും. ആ ലിങ്കിന്റെ താഴെ നമ്മൾ വീക്ക് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടൈം ടേബിൾ ഇടും. എല്ലാ ആഴ്ചയും ആ ടൈം ടേബിൾ ഇടും. ഓക്കെ, അത് ഫോളോ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസറും കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, PSC പഠിക്കുന്നത് വളരെ എളുപ്പമാണ്, പഠിക്കേണ്ട രീതിയിൽ പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ പഞ്ചവത്സര പദ്ധതി പഠിക്കാം. പഞ്ചവത്സര പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് എല്ലാം പഠിച്ചെടുത്ത് ജോലി വാങ്ങാം. രണ്ടാമത്തത് റോളിംഗ് പ്ലാൻ ചെയ്യാം. റോളിംഗ് പ്ലാൻ എന്ന് വെച്ചാൽ 1 വർഷമാണ്. ഓക്കെ, 1 വർഷം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്കും എന്താ ഗൈഡ് മുഴുവൻ പഠിക്കാൻ പറ്റില്ല. 2, SCRT മുഴുവൻ വായിക്കാൻ പറ്റില്ല. ഓക്കെ, എല്ലാ ദിവസവും കറണ്ട് അഫയർ എഴുതി വെച്ചിട്ട് നടക്കില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് സ്മാർട്ടായിട്ട് പഠിക്കുക. സ്മാർട്ടായിട്ട് പഠിക്കേണ്ട വഴി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് ഫോളോ ചെയ്യുക, അത് പ്രകാരം പഠിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾറെഡി പഴയ സ്ട്രാറ്റജീസ് എല്ലാം LDC തൊട്ട് ഡിഗ്രി തൊട്ട് എല്ലാ സ്ട്രാറ്റജീസും നമ്മൾ ഗ്രൂപ്പിലും ചാനലിലും ഇട്ടിട്ടുണ്ടാവും. അതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. ഓക്കെ, സോ വൺസ് അഗൈൻ താങ്ക് യു ടു ഓൾ. ഇതിന്റെ ഈ ലിങ്കിന്റെ താഴെ, അതായത് നമ്മുടെ ചാനലിൽ നമ്മൾ ടൈം ടേബിൾ ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അത് ഫോളോ ചെയ്യുക. ഓക്കെ ആണല്ലോ? ഫൈൻ. അപ്പൊ ഇതേപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.